ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു കറി പോലും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ. ബിരിയാണി അരി 3/4 കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, വെളുത്തുള്ളി വലിയ 8 അല്ലി, സവോളയുള്ളി 4 പിന്നെ 2 4 നെയ്ച്ചോറുണ്ടാക്കാനും 2 വെള്ളി വറുത്തിടാനുമായിട്ട്, പച്ചമുളക് ഒരു 5 വലുത്, കറുവാപ്പട്ട 1 ഇഞ്ചിൻ്റെ ഒരു 5 കഷ്ണം, ഏലയ്ക്ക 6 ഗ്രാമ്പു 12 ബേ ലീഫ് 2 തക്കോലം 1. ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ ജോലി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. പിന്നെ ഇതല്ലാതെ വേണ്ടത് നമുക്ക് ഉപ്പ്, നെയ്യ് ഒക്കെയാണ്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ബിരിയാണി അരി ഒരുപാട് അങ്ങ് ബലം കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഞെരടി കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിടണേ. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇടുന്നത് നല്ലതാണ്. ഇപ്പോൾ വലിയ ഒരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് നെയ്യാണ്. ആ ഒഴിച്ച് നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് നമ്മളുടെ ഹോൾ സ്പൈസസ് എല്ലാമാണ്. അതായത് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, തക്കോലം, ബേ ലീഫ് എല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഈ മസാലകളൊക്കെ ഇടുമ്പോഴേക്ക് ഒരുപാട് ഫ്ലെയിം ആയി പോകില്ല. ചെറിയ ഫ്ലെയിമിൽ അല്ല, കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗീ റൈസിൻ്റെ ആ ഒരു മണവും രുചിയും എല്ലാം മാറും. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് ആ മസാലകളുടെയൊക്കെ ഒരു മണം വരുമ്പോഴത്തേക്ക് വേണം നമുക്കതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചതിട്ട് കഴിഞ്ഞിട്ട് ഒരുപാടങ്ങ് മൂത്ത് പോകരുതേ. അത് നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്ക് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 4 സവാളയുള്ളി കനം കുറച്ചരിഞ്ഞതാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗീ റൈസിൻ്റെ റെസിപ്പിയോ എൻ്റെ ഈ ചാനലോ ഒക്കെ ഇപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് പോയി നോക്കണേ. ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അതുകൊണ്ടൊന്ന് പോയി ചെക്ക് ചെയ്യണേ സമയമുള്ളപ്പോൾ. ഇപ്പോൾ ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരുമാതിരി നന്നായിട്ട് വഴന്ന് അതിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിയുന്നതും കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് നമ്മുടെ ജോലി എളുപ്പമാകും, പെട്ടെന്ന് വഴന്ന് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ ആ 4 സവാളയുള്ളി അരിഞ്ഞത് വഴറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വഴറ്റാനായിട്ട്. ബാക്കി 2 സവാളയുള്ളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തിടാം. പിന്നെ ഇത് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറേ കൂടെ ടേസ്റ്റാണ് നമ്മൾ ഉള്ളി വറുത്തതും കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഇടുമ്പോൾ. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് അതിന് നിറം മാറാതെ നമ്മുടെ ഉള്ളിയൊന്നും കരിഞ്ഞു പോകാതെ അടുക്കി പിടിക്കാതെ ഒരേപോലെ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മാക്സിമം മീഡിയം ഫ്ലെയിം. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് ഉപയോഗിക്കുന്നത് ബിരിയാണിക്കും നെയ്ച്ചോറിനുമൊക്കെ. അത് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് വെള്ളം ഊറിപ്പോകാനായിട്ട് ഒരു കിഴുത്ത പാത്രത്തിൽ വച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം എല്ലാം ഊറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ വഴറ്റിയതിനകത്തോട്ട് ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വറക്കണം. അതും വലിയ ഫ്ലെയിമിലാകരുത്, മീഡിയം ഫ്ലെയിമിൽ അത് കൈയെടുക്കാതെ നന്നായിട്ട് അതൊന്ന് വറക്കണം. അരി ഒരുപാട് അങ്ങ് മൂത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നതെന്ന്. 2.5 കപ്പ് തേങ്ങയിൽ നിന്ന് എടുത്തിരിക്കുന്ന 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ് ഞാൻ എടുത്ത് ഈ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അരി ആവശ്യത്തിന് നെയ്യ് കിടന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാൽ 2-ാം പാലും 3-ാം പാലും കൂടെ നോക്കിയപ്പം 6 കപ്പ് ഉണ്ടായിരുന്നു. 1-ാം പാല് 3/4 കപ്പും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നല്ല തീയിൽ തന്നെ വെക്കുക, നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് മാറി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളം വറ്റുന്നതനുസരിച്ച് വേണം നമ്മൾ തീ കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാനായിട്ട്.
ഞാൻ എത്ര നേരം കൊണ്ട് ഇത് വറ്റിച്ചെടുക്കാമെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ അളവ് ഓരോ രീതിയിലാണ്. മീഡിയം എന്ന് പറഞ്ഞാലും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹൈ എന്ന് പറഞ്ഞാലും ഒക്കെ ഓരോ സ്റ്റൗവിനും ഓരോ രീതിയാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിട്ട് കണ്ണും പൂട്ടി അതുപോലെ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ തന്നെ നിന്ന് അത് വറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ കയ്യിൽ കരുതി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റാനായിട്ടുണ്ട്, അരി കുറച്ചുകൂടെ ഒന്ന് വേവാനും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കണം. ഉപ്പ് കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഉപ്പ് നോക്കിയപ്പം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യത്തിന് വെന്തിട്ടില്ല, കുറച്ച് വെള്ളം അടിയിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ദേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ, അതിൻ്റെ താഴെ വെള്ളം ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഒന്നാം പാൽ ഒരുപാടങ്ങ് ചേർത്തിട്ടില്ല. ഒന്നാം പാൽ ഒരുപാട് ചേർത്താലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും. അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം പാൽ കുറച്ചുകൂടെ ചേർക്കാം, അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം ഭയങ്കര രുചിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉള്ള ഒരേ ഒരു കുഴപ്പം ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോറ് വെന്തുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്നത് നന്നായിട്ട് പരന്ന 1-2 പാത്രത്തിലേക്ക് ഈ വെന്ത ചോറങ്ങ് മാറ്റിയിട്ട് ആ പാത്രം ഫാനിൻ്റെ അടിയിലോട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ആ ചോറൊന്ന് തിരിച്ച് ഈ ചോറ് ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് തന്നെ നല്ല രുചിയുള്ള തേങ്ങാപ്പാലൊഴിച്ച് നെയ്ച്ചോറ് കിട്ടും. അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്